ശ്രീ കെ സുരേന്ദ്രനിലേക്ക്. ശ്രീ കെ സുരേന്ദ്രൻ, കൃത്യമായി ഏതെങ്കിലും ഒരു കൊലപാതകം ഏറ്റെടുക്കുന്ന ഒരു പ്രസംഗമല്ല താങ്കൾ അവിടെ നടത്തിയത്. പക്ഷേ കൊന്നിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അത് ആവേശം കൊള്ളിക്കുകയാണ് അണികളെ. അത് ഒരു ഏറ്റെടുക്കലാണ്. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സംസ്ഥാനത്തെ BJP ഉത്തരവാദിത്വത്തോടെ അത് ഏറ്റെടുക്കുകയാണോ, അതോ ഇന്നലെ B. ഗോപാലകൃഷ്ണൻ പറഞ്ഞ മട്ടിൽ അതിനെ തള്ളിക്കളയുമോ? ഹർഷൻ, ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. അതിനു മുമ്പ് ഒരു പെട്ടെന്ന് എനിക്ക് റിയാസിനോട് ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. വളരെ മാലാഖയെ പോലെ റിയാസ് ഇവിടെ സമാധാനത്തിൻ്റെ വെള്ളരിപ്പറവായിട്ട് സംസാരിച്ചല്ലോ. ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു RSS പ്രവർത്തകനെ കൊന്ന കേസിലെ പ്രതിയാണ്. അദ്ദേഹം ട്രയൽ നേരിട്ടതാണ്. നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തലശ്ശേരിയിലെ സതീശൻ എന്ന് പറയുന്ന ഒരാളെ കൊന്ന കേസിലെ 3ാം പ്രതിയാണ്. നിങ്ങളുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി 2 പേരെ കൊന്നതിൻ്റെ പേരിൽ 2 CBI അന്വേഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി 1, 2, 3 കൊലപാതകത്തിൻ്റെ പേരിൽ അന്വേഷണം നേരിട്ടുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ട്രയൽ കോടതിയിലാണ്. ആ കേസ് അത് തുടരാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇവരാണോ കേരളത്തിൽ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? നിങ്ങൾ ഞങ്ങളുടെ ആരെങ്കിലും പേരിൽ ഹർഷൻ ഒരു പെറ്റി കേസ് ഞങ്ങളുടെ BJPയുടെ കുമ്മനം രാജശേഖരനാവട്ടെ, മുരളീധരനാവട്ടെ, കൃഷ്ണദാസ് ആവട്ടെ, സുരേന്ദ്രനാവട്ടെ, രാധാകൃഷ്ണനാവട്ടെ, ഗോപാലകൃഷ്ണനാവട്ടെ, ഞങ്ങളെ ആരെങ്കിലും പേരിൽ ഒരു CPM പ്രവർത്തകനെ ഒരു കൈ കൊണ്ടൊന്നിങ്ങനെ ഞോണ്ടി ഒരു പെറ്റി കേസ് ഞങ്ങളുടെ ആരെങ്കിലും പേരിലുണ്ടോ? എന്ത് മര്യാദയാണിത്? CPM ആണ് ഇവിടെ അവരുടെ നേതാക്കന്മാരാണ് ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ. പിന്നെ പ്രകോപനം നടത്തി പ്രസംഗത്തിൻ്റെ പേരിൽ എന്തെല്ലാം ആളുകൾ ശിക്ഷ വാങ്ങിയിട്ടുണ്ട്. EMSന് കോടതി ലക്ഷ്യം വന്നിട്ടുണ്ട്, ജയരാജന് കോടതി ലക്ഷ്യം വന്നിട്ടുണ്ട്. CPMൻ്റെ പല നേതാക്കന്മാർക്കും നിയമവിരുദ്ധമായിട്ടുള്ള പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ നിയമ നടപടി നേരിട്ടുള്ള സ്റ്റേറ്റാണ് കേരളം. ഞങ്ങളുടെ ആരെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും അടിസ്ഥാനമുള്ള കാര്യങ്ങളല്ല. ഞങ്ങൾ ഇന്ന് പറഞ്ഞത് ഒരു വസ്തുതയെ സംബന്ധിച്ച് ഞാൻ വിരൽ ചൂണ്ടിയതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടായിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും അവർക്ക് ആർക്കും അതിൽ നിന്ന് കൈയൊഴിയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ അക്രമങ്ങളും കൊലപാതകങ്ങളുള്ളതിന് കാരണം എന്താ? മുസ്ലിങ്ങളെ ആക്രമിക്കുന്നത് തടയാനാണെന്നാണല്ലോ റിയാസ് പറയുന്നത്. എന്നാൽ മാറാട് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടൊന്ന് വായിച്ചു നോക്കണം റിയാസ്. നിങ്ങൾ സ്വന്തം ജില്ലയല്ലേ കോഴിക്കോട്, നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു മാറാട് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട്. ലീഗുകാരെ പോലെ തന്നെ നിങ്ങളുടെ നേതാക്കന്മാരും അതിൽ പ്രതിചേർക്കപ്പെടേണ്ടവരാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു മുസ്ലിമിനെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടല്ല. ഫസലിനെ നിങ്ങൾ കൊന്നത് ഒരു പെരുന്നാൾ ദിനത്തിൻ്റെ തലേന്നാണ്. എന്നിട്ട് RSSകാരെ കൊന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു നിങ്ങൾ. പക്ഷേ ഭാഗ്യത്തിന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആ കാലത്ത് CBI അന്വേഷണത്തിന് പോയി. പിന്നെ ഹൈക്കോടതിയിൽ അവരുടെ ഭാര്യ പോയി. അവസാനം നിങ്ങളുടെ 2 നേതാക്കന്മാർ അതിൽ പ്രതികളായി. ഇതുപോലുള്ള നികൃഷ്ടമായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തി മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്നവരാണ് നിങ്ങൾ. ഞങ്ങളുടെ RSSകാരോ BJPക്കാരോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രവൃത്തി കേരളത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ഗുജറാത്തിനെക്കുറിച്ചും മധ്യപ്രദേശിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. അമിത്ഷായൊക്കെ കോടതി അദ്ദേഹത്തെ പുല്ലുപോലെ വെറുതെ വിട്ടതാണ്. വീണ്ടും നിങ്ങൾ വംശഹത്യയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വില കുറഞ്ഞ രാഷ്ട്രീയമാണ്. നിങ്ങൾ കേരളത്തിലേക്ക് വരൂ. ആരാണ് ഇവിടെ ക്രമസമാധാനം തകർക്കുന്നത്? നിങ്ങൾ ആയുധം താഴെ വെക്കാൻ തയ്യാറായാൽ ഒരു നിമിഷം കൊണ്ട് അവസാനിക്കാവുന്നതേ ഉള്ളൂ കേരളത്തിന്റെ പ്രശ്നം. അതിന് നിങ്ങൾ തയ്യാറാവാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് പലയിടത്തും പ്രതികരിക്കേണ്ടി വരുന്നത്. അല്ല, സുരേന്ദ്രൻ ഇത് പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ ഗോഡ്സെയുടെ ഫോട്ടോ കീശയിൽ വെച്ച് കിടക്കുന്ന സുരേന്ദ്രന്മാർ ഇതേ പറയൂ. അതിൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല. നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെയും കൊലപാതക പരമ്പരകൾ പറഞ്ഞപ്പോൾ സുരേന്ദ്രനായി. അതെ, സുരേന്ദ്ര ഇതാ ഒരു അസഹിഷ്ണുത ഞാൻ കാരണം ഇതൊക്കെ ജനം കാണുന്നുണ്ട്. അസഹിഷ്ണുത കണ്ടോ? ഇതാ പ്രശ്നം. എനിക്ക് സുരേന്ദ്രൻ എന്ത് പറഞ്ഞാലും ഞാൻ ഇടപെടില്ല. കാരണം എന്താ? സുരേന്ദ്രൻ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ജനം അത് മനസ്സിലാക്കും. ഞാൻ പറയുമ്പോൾ സുരേന്ദ്രൻ ഭയക്കരുത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ. ഇവിടെ പറഞ്ഞല്ലോ കാര്യങ്ങൾ. ഫസൽ വധം പറഞ്ഞു. ഫസൽ വധത്തിൽ RSSന്റെ ഗൂഢാലോചന ഇപ്പോൾ പുറത്തു വന്നല്ലോ. എല്ലാ രീതിയിലും പുറത്തു വന്നു. തൃശ്ശൂർ നിങ്ങൾ ഹർത്താൽ നടത്താൻ പോയല്ലോ. തൃശ്ശൂർ ഇപ്പം സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞല്ലോ. ആരാ ആ കൊലപാതകത്തിൻ്റെ പിന്നിൽ? RSSകാർ തന്നെയാണ്. RSSൻ്റെയും BJPയുടെയും ആഭ്യന്തര പ്രശ്നം കാരണം. അപ്പോൾ ആദ്യം നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ തീർക്കുക. അത് തീർത്തു പോകുന്ന സ്ഥിതി ഉണ്ടാകുക. ഇവിടെ വിഷ്ണുനാഥ് പറഞ്ഞതുപോലെ ഭോപ്പാലിലെയും മംഗലാപുരത്തെ അനുഭവം വെച്ചിട്ടല്ല ഞങ്ങൾ ഈ നിലപാടെടുക്കുന്നത്. ഞങ്ങൾക്ക് പണ്ടും ഈ നിലപാടാണ്. ഭോപ്പാലിലെയും മംഗലാപുരത്തെയും ഇതിൻ്റെ ഭാഗമായിട്ട് പേടിച്ചിട്ടേ ഞങ്ങൾ പറയുന്ന വിഷ്ണുനാഥ്. അങ്ങനെ പേടിയുള്ള ആളുകളാണോ കമ്മ്യൂണിസ്റ്റുകാർ? ഈ രാജ്യത്തിന് വേണ്ടി ശക്തമായി പോരാട്ടം നടത്താൻ തയ്യാറായി ജീവൻ നഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾ. അവിടെ നിന്ന് എങ്ങോട്ട് ഇപ്പോഴും ഭയപ്പെട്ട് പറയുന്നതല്ല. ഭയമല്ല പ്രശ്നം. ജനാധിപത്യ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നം, സഹിഷ്ണുത ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നം. ഫാസിസത്തിനെതിരെ ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും തയ്യാറല്ല ഞങ്ങൾ. നിങ്ങളെപ്പോലെ ഇങ്ങനെ ഇടയ്ക്ക് ഒരു തോണി കാലിടുക അപ്പുറത്ത് തോണി കാലിടുന്ന അഭിപ്രായം പറയില്ല. ഒറ്റ നിലപാടേ ഞങ്ങൾക്കുള്ളൂ. ഒരു തരത്തിലും ഇവർക്ക് ഗുണകരമാകുന്ന ഒരു അഭിപ്രായം ഞങ്ങൾ പറയില്ല. ഒരു ചാനൽ ചർച്ചയിലും പറയില്ല. കേവലം കോൺഗ്രസിനൊന്നും അടിക്കാൻ വേണ്ടി BJPയെ അങ്ങ് കൂട്ടുപിടിക്കുന്ന നിലപാട് ഞങ്ങൾ എടുക്കില്ല. വിഷ്ണുനാഥും കോൺഗ്രസ്സുകാർ എടുക്കുന്നത് പോലെ. ഇവരുടെ കയ്യിൽ ഇപ്പോൾ അധികാരമുണ്ട്.
ചില്ലറ കാര്യമല്ല. ഭരണം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ സ്പോൺസേഡ് പ്രോഗ്രാമുകളായി ഫാസിസം ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുക. അതിനെ ചെറുക്കണം, അതിനെ ചെറുത്തു പോകണം. ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം. മതനിരപേക്ഷ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് തടയുന്നത്. ഞങ്ങൾ കൊന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ആരെയാണ് എന്ന് പറയുന്നില്ല, പക്ഷെ അത് ആരെയാണ് എന്ന് അറിയണമല്ലോ. ആ നിലയ്ക്കൊരു നീക്കം കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അല്ല, ഞാനതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇപ്പോൾ ഈ മാർക്സിസ്റ്റുകാർക്കും RSSകാർക്കും ഈ പ്രചാരണത്തിൽ ഒരേ രീതി തന്നെയാണ്. ഗീബൽസ് ആണ് രണ്ടുപേരുടെയും ആത്മീയ ഗുരു. അതിലൊരു ഒരു രീതിയാണ്, അതായത് നിങ്ങൾ പിന്നെ CPMനെ വിമർശിക്കുക ഒരു ചാനൽ ചർച്ചയിലോ പുറത്തോ, ഉടനെ നിങ്ങളെ പറയുകയാണ് നിങ്ങൾ RSSന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്, അപ്പോൾ നിങ്ങൾ RSSകാരനാണ്, നിങ്ങൾ സംഘിയാണ്. ശ്രീ മുഹമ്മദ് റിയാസ്, ഞങ്ങൾക്ക് അത്ര ആത്മവിശ്വാസക്കുറവൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പേടിച്ചിട്ട് അയ്യോ CPMനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ RSSകാരനാകുമോ എന്നാൽ പറയാതിരിക്കാം. അങ്ങനെയൊന്നും അല്ലാണ്ട് പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. അങ്ങനെയൊന്നും ഞങ്ങളാരും പേടിക്കില്ല. പിന്നെ ഇന്ത്യയിലെ വർഗീയ ഫാഷിസത്തിനെതിരായിട്ട് നിങ്ങളങ്ങ് വല്ലാതെ പരിശ്രമിച്ച് ക്ഷീണിച്ചിരിക്കുക. കാരണം ഉത്തർപ്രദേശിൽ ഇലക്ഷൻ നടക്കുക, നിങ്ങൾ വല്ലാതെ ക്ഷീണിക്കുന്നുണ്ട്. പഞ്ചാബിൽ ഞങ്ങൾ നേരിടുക, ഉത്തരാഖണ്ഡിൽ ഞങ്ങൾ നേരിടുക, ഗോവയിൽ ഞങ്ങൾ നേരിടുക. നല്ലൊരു അവസരം ഉണ്ടായിരുന്നു ബീഹാറിൽ. കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരുള്ള സ്ഥലമായിരുന്നു ബീഹാർ. അവിടെ ജനതാദൾ യുണൈറ്റഡും കോൺഗ്രസും രാഷ്ട്രീയ ജനതാദളും കൂടെ മുന്നണി ഉണ്ടാക്കിയപ്പോൾ അവിടെ 8 സീറ്റിൽ BJPക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് നിന്ന് അവരെ ജയിപ്പിച്ചു കൊടുത്തവരാ. ഇന്ത്യയിൽ വർഗീയ ഫാഷിസം ഇല്ലാതാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ രാവിലെ മുതൽ പാതിരാത്രി വരെ ചെയ്യുന്ന ഈ അത്യധ്വാനം വല്ലാണ്ട് അങ്ങനെ ചെയ്യേണ്ട എന്നൊരു ഉപദേശം തരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന പോലെ ചെയ്താൽ മതി. പരിഹസിക്കുക, അപഹസിക്കുക ഒക്കെ ചെയ്യാം, പക്ഷേ അവനവൻ്റെ ശക്തി നോക്കിയിട്ട് മതി. ഞങ്ങൾക്ക് കുറേ ക്ഷീണമൊക്കെ ഉണ്ട്, ഞങ്ങൾ 44 സീറ്റൊക്കെ ഉള്ളൂ. ആ ക്ഷീണമൊക്കെ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ പറ്റുന്ന ആളുകളെ കൂട്ടിയിട്ട് ഈ വർഗീയ ഫാസിസത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് UPയിലും പിന്നെ ഗോവയിലും ബീഹാറിലും ഒക്കെ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് കഴിയണില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ അതിൻ്റെ കൂടെ കൂടുന്നതുമില്ല. എന്നിട്ട് ഇപ്പോൾ കർണാടകത്തിലടക്കം ഞങ്ങളെടുക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ കാര്യത്തിൽ ആ സ്റ്റാൻഡ് ഇപ്പോൾ പിന്നെ ടിപ്പു സുൽത്താൻ ജയന്തിയുമായി ബന്ധപ്പെട്ട് കൊടകിൽ അത് നടത്തിയാൽ തടയും എന്ന് BJP പറഞ്ഞു, RSS പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കർണാടകം മുഴുവൻ നടത്തും എന്ന് സിദ്ധരാമയ്യ പറഞ്ഞു. അതാണ് കോൺഗ്രസ്. ആ ധൈര്യം കാണിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് കോൺഗ്രസിനെ പരിഹസിക്കേണ്ട. തീർച്ചയായും. എന്തായാലും അവിടെ ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് വരുന്ന വാർത്ത കേരളത്തിൽ നിന്നുള്ള AK ആന്റണി പറഞ്ഞിട്ടുണ്ട് രാവിലെ കോൺഗ്രസ് രാത്രി BJP. AK ആന്റണി പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് റിയാസ് ഞാനിത് പറഞ്ഞു അവസാനിപ്പിച്ചോട്ടെ, കാരണം സമയപരിമിതിയുണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത കർണാടകത്തിലേക്ക് പോയ കേരള സർക്കാരിന്റെ KSRTC ബസ്സുകൾക്ക് നേരെയുള്ള കല്ലേറാണ്. ഇത് ജനാധിപത്യപരമായ സമരമാണോ എന്ന് നമുക്ക് നാളെ അറിയാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ PC വിശ്വനാഥ്, ശ്രീ K സുരേന്ദ്രൻ, ശ്രീ മുഹമ്മദ് റിയാസ്.